കാർഷിക വാർത്തകൾ. അറബിക്കടലിൽ പുതിയ ഇനം ആഴക്കടൽ മത്സ്യത്തെ കണ്ടെത്തി കേന്ദ്ര സമുദ്ര മത്സ്യ ഗവേഷണ സ്ഥാപനം. ഇന്ത്യൻ ഡോറി എന്ന പേരിലുള്ള ഈ മത്സ്യം ലക്ഷദ്വീപ് കടലിന്റെ കിഴക്കൻ മേഖലയിൽ നിന്നാണ് കണ്ടെത്തിയത്. ലക്ഷദ്വീപ് കടലിന്റെ കിഴക്കൻ മേഖലയിൽ 350 മുതൽ 500 മീറ്റർ വരെ ആഴത്തിലാണ് പുതിയ ഇനം മത്സ്യത്തെ കണ്ടെത്തിയത്. കൊല്ലം ശക്തികുളങ്ങൽ ഹാർബറിലെത്തിയ ട്രോളിംഗ് ബോട്ടുകളിൽ നിന്നാണ് ഗവേഷണത്തിനാവശ്യമായ 6 മത്സ്യങ്ങൾ ശാസ്ത്രജ്ഞർക്ക് ലഭിച്ചത്. ഇന്ത്യൻ ഡോറി എന്ന് വിളിക്കുന്ന ഈ മത്സ്യത്തിന് സ്റ്റോപ്സിസ് ഇൻഡിക്ക എന്ന ശാസ്ത്രീയ നാമമുണ്ട്. CMFRAയിലെ ഡോക്ടർ ആർ രതീഷ് കുമാറിന്റെ നേതൃത്വത്തിലുള്ള ഗവേഷക സംഘമാണ് കണ്ടെത്തലിന് പിന്നിൽ. മുമ്പ് ഇവയെ അറ്റ്ലാന്റിക്കിൽ കാണുന്ന മറ്റൊരു ഇനമായി കരുതിയിരുന്നെങ്കിലും ജനിതക പരിശോധനയിൽ ഇവ തികച്ചും വ്യത്യസ്തമായ പുതിയ ഇനമാണെന്ന് സ്ഥിരീകരിച്ചു. ഇന്ത്യൻ സമുദ്ര ജൈവവൈവിധ്യ പഠനത്തിന് ഈ കണ്ടെത്തൽ നിർണായക നേട്ടമായാണ് വിലയിരുത്തുന്നത്. ന്യൂസ് ഡെസ്ക് മൈഫിൻ TV. സംസ്ഥാനത്ത് കോഴിത്തീറ്റ വില കുതിച്ചുയരുന്നു. കഴിഞ്ഞ 5 മാസത്തിനിടെ 50 കിലോയുടെ ഒരു ചാക്ക് കോഴിത്തീറ്റയ്ക്ക് 500 രൂപയോളമാണ് വർദ്ധിച്ചത്. അസംസ്കൃത വസ്തുക്കളായ ചോളം, സോയ എന്നിവയുടെ ലഭ്യതക്കുറവാണ് മുൻപെങ്ങുമില്ലാത്ത രീതിയിലുള്ള വിലക്കയറ്റത്തിന് കാരണം. തീറ്റ വില കൂടി ഉയർന്നതോടെ കോഴി വളർത്തൽ ഉപേക്ഷിക്കാൻ ഒരുങ്ങുകയാണ് കർഷകർ. കഴിഞ്ഞ 2 മാസമായി കോഴിത്തീറ്റ വിലയിൽ ഗണ്യമായ വില വർധനയാണ് ഉണ്ടായിരിക്കുന്നത്. ഏകദേശം 1900 രൂപ വിലയുണ്ടായിരുന്ന 50 കിലോയുടെ ഒരു ചാക്ക് കോഴിത്തീറ്റയ്ക്ക് ഇപ്പോൾ 2400 രൂപ വരെയായി. ഇത് കർഷകരെ സംബന്ധിച്ചിടത്തോളം വലിയ പ്രതിസന്ധിയാണ്. കോഴിക്കൃഷിക്ക് ആവശ്യമായ അറക്കപ്പൊടി കിട്ടാനും ബുദ്ധിമുട്ടുണ്ടെന്ന് കർഷകർ പറയുന്നു. അതോടൊപ്പം തൊഴിലാളി ക്ഷാമവും നേരിടുന്നു. ഇതര സംസ്ഥാന തൊഴിലാളികൾ 1000 രൂപയ്ക്ക് മുകളിലാണ് പണിക്കൂലി വാങ്ങുന്നത്. കൂടാതെ ടാക്സ്, ലൈസൻസ് ഇനത്തിൽ നൽകേണ്ട തുക വളരെ കൂടുതലാണെന്നും കർഷകർ പറഞ്ഞു. കോഴിത്തീറ്റ വില വർധനവിനിടെ കോഴിവിലയിലുണ്ടാകുന്ന വ്യതിയാനവും കർഷകർക്ക് വെല്ലുവിളിയാകുന്നുണ്ട്. ഈ സാഹചര്യത്തിൽ സർക്കാർ സബ്സിഡി പോലുള്ള ആനുകൂല്യങ്ങൾ അനുവദിച്ച് കർഷകർക്ക് കൈത്താങ്ങാകണമെന്നാണ് ഈ മേഖലയിലുള്ളവരുടെ ആവശ്യം. ന്യൂസ് ഡെസ്ക് മൈഫിൻ TV. ഉള്ളി കർഷകർക്ക് ആശ്വാസമായി കേന്ദ്ര സർക്കാർ. സർക്കാർ സംഭരണത്തിനുള്ള വാങ്ങൽ വില 13% വർദ്ധിപ്പിച്ചു. രാജ്യത്ത് ബഫർ സ്റ്റോക്ക് ശക്തിപ്പെടുത്തുന്നതിനായി സർക്കാർ സംഭരിക്കുന്ന ഉള്ളിയുടെ സംഭരണ വില ക്വിന്റലിന് 2125 രൂപയായി കേന്ദ്ര സർക്കാർ ഉയർത്തി. നേരത്തെ ഉണ്ടായിരുന്ന വിലയിൽ നിന്ന് 13% വർധനവാണിത്. ജൂലൈ 4 മുതൽ പുതിയ നിരക്ക് പ്രാബല്യത്തിൽ വന്നു. ഈ സീസണിൽ 5ാം തവണയാണ് സംഭരണ വില ഉയർത്തുന്നത്. വിപണി വിലയ്ക്കൊപ്പം സർക്കാർ നിരക്കും മത്സരക്ഷമമാക്കിയാണ് കർഷകരിൽ നിന്ന് കൂടുതൽ ഉള്ളി സംഭരിക്കാൻ ലക്ഷ്യമിടുന്നത്. എന്നാൽ ജൂൺ 1 മുതൽ ഇതുവരെ ഏകദേശം 2000 ടൺ ഉള്ളി മാത്രമാണ് സർക്കാർ സംഭരിച്ചത്. മഹാരാഷ്ട്ര ഉൾപ്പെടെയുള്ള പ്രധാന ഉൽപാദന മേഖലകളിൽ ഖരീഫ് കൃഷി വൈകുന്നതും വിപണിയിലെ വിലസ്ഥിതിയും കണക്കിലെടുത്താണ് പുതിയ തീരുമാനം. ന്യൂസ് ഡെസ്ക് മൈഫിൻ TV. എളുപ്പത്തിൽ സമ്പാദ്യം വളർത്താം. ഇന്ന് തന്നെ മൈഫിൻ TV ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ.